ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് ഉടനെ വരുന്ന ഭാഗ്യം. ഓക്കെ, ഭാഗ്യം പറഞ്ഞപ്പോൾ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. മേ ബി കുറേ പേർക്ക് ചിലവരൊക്കെ ഫോൾസ് ട്വിൻ ഫ്ലെയിം ആയിട്ട് കരുതുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കും. കാരണം ലവേഴ്സ് കാർഡാണ്, നിങ്ങളുടെ യൂണിവേഴ്സുമായിട്ട് കണ്ടുമുട്ടിപ്പിക്കുന്ന പേഴ്സൺസ് വരുന്നുണ്ടായിരിക്കാം. ചിലവർ വളരെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ഫൈറ്റിംഗ് എനർജിയിലായിരിക്കാം. ഇതിലിപ്പോൾ ഒരു 20% ആൾക്കാർ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം, അവരുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അത് ഫൈറ്റിംഗ് എനർജി ആയിരിക്കാം. യെസ്, ചാരിയറ്റ് കാർഡാണ്. ഒക്കെ മെയ്ഡ്സ് ആർക്കാന കാർഡ്സാണ് വരുന്നത്. ഇത് മാത്രമാണ് മൈൻഡ് ആർക്കാന വന്നിട്ടുള്ളത്. ഉടനെ വരുന്ന ഭാഗ്യങ്ങൾ പറയുകയാണെങ്കിൽ യെസ്, ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് റിലേഷൻഷിപ്പ് സക്സസ് വരുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്, വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ലേഡി. ഇനിയിപ്പോൾ ഇത് കാണുന്നത് മെയിലാണെങ്കിൽ അബണ്ടൻ്റ് ആയിട്ടുള്ള ലേഡിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, ലൈറ്റിൻ്റെ ഒരു ഇതിൽ ഡിമ്മാവുന്ന പോലെ. അതുപോലെ തന്നെ ഒരു കാർഡും കൂടി എടുത്ത് 2 കാർഡ്സ് വന്നു. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, ക്യൂൻ ഓഫ് സോഡ്സും ഉണ്ട്. അപ്പോൾ ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൺ ലവിങ് ആയിട്ട് ഇച്ചിരി ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അവർ എന്താ പറയുക, ഫ്രീഡം ലവർ ആയിരിക്കാം. അപ്പോൾ അവർ എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെടുന്നു, അതിൽ പൈസ കൊടുക്കുന്നു. ഇപ്പോൾ ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നു, പൈസ കൊടുത്തു, ജിമ്മിൽ ജോയിൻ ചെയ്തു. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അവിടെ വലിയ സുഖമല്ല എന്ന് കരുതുന്നത്. അപ്പോൾ അവർ തിരിച്ചു പോരുന്നു. അവരവിടെ കുറ്റം പറയാനോ ഗോസിപ്സ് പറയാനൊന്നും അധികം ഇഷ്ടപ്പെടാത്ത പേഴ്സണാണ്. ഒരു മേ ബി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ക്യൂൻ ഓഫ് പെന്നക്കിൾസ് അല്ലെങ്കിൽ ഒരു മദർ ഫിഗർ, ഒരു മാച്യൂർഡ് ആയിട്ടുള്ളൊരു മോർ ദാൻ 35 എബോ ഉള്ള ഒരു പേഴ്സണൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഹെൽപ്പായിട്ട് അസിസ്റ്റ് ചെയ്യാനോ കരിയർ ഗൈഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ മാരേജിൻ്റെ കേസ് ആണെങ്കിൽ അവരിലൂടെയൊക്കെ നിങ്ങൾക്ക് മാരേജ് വരാനും നിങ്ങളുടെ ആ റൈറ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ കരിയർ നിങ്ങളിലേക്ക് വരാനൊക്കെ ചാൻസ് വളരെ അധികമായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഉടനെ വരുന്ന ഭാഗ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻറ്റക്കിൾസ് കരിയർ റിലേഷൻഷിപ്പിലൊക്കെ വളരെ അധികം സക്സസ്ഫുൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വളരെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കുറേ നാളായിട്ട് പിരിഞ്ഞിരിക്കുന്ന പേരാണെങ്കിൽ നിങ്ങൾ പാർട്ട്ണറുമായിട്ട് റീകൺസൈൽ ആവാനും നിങ്ങളുടെ കറക്റ്റ് പാർട്ട്ണർ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് കുറേ വിളിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. വേണ്ടാത്ത കുറേ ടോക്സിക് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻസൊക്കെ അവിടെ റിമൂവ് ചെയ്തിട്ട് ചാരിയറ്റാണ് നിങ്ങൾ അടുത്തേക്ക് വരികയാണ്. ഇൻറ്റ്യൂഷൻ, ത്രോട്ട് ചക്ര, കുറേ പേര് ത്രോട്ട് ചക്ര അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻറ്റ്യൂഷൻ 2 ചന്ദ്രന്മാരാണ് കാണുന്നത് അല്ലേ. ഇൻറ്റ്യൂട്ടീവാണ് ഈ ഒരു പേഴ്സൺ. ഈ കുതിരകളെ നയിക്കുന്നത് ആളുടെ ഇൻറ്റ്യൂഷൻ പവർ കൊണ്ടാണ്. കണ്ട, ഒരു കടിഞ്ഞാണൊന്നുമില്ല. സോ അത്രയും ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. ഇപ്പോൾ ഇത് കാണുന്നവർ മെയിലാണെങ്കിൽ ഫീമെയിലിൻ്റെ കേസായിരിക്കാം റിലേഷൻഷിപ്പ് തിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ മെയിൽ പറയുന്നത് കരുതി മെയിലല്ല, ഇവിടെ മാസ്കുലിൻ എനർജിയാണ് പറയുന്നത്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ജെൻഡർ ഫാസ്റ്റായിട്ടാണ് വരുന്നത്. നൈറ്റ് ഓഫ് സോഴ്സ് ആർക്കും വെയിറ്റ് ചെയ്യുന്ന അത്രയും സ്പീഡായിട്ടാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ധാരാളമായിട്ടുള്ള ഫിനാൻഷ്യൽ അബണ്ടൻസ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പാർട്ട്ണർ, ഇപ്പോൾ മാരേജ് നോക്കുകയാണെങ്കിൽ വരുന്ന പാർട്ട്ണർ ഓൾറെഡി അബണ്ടൻറ്റ് ഫാമിലിയിൽ നിന്ന് വരുന്നതായിരിക്കും. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് പൈസയൊക്കെ കണ്ട് അറിഞ്ഞ് വളർന്നു വന്ന പേഴ്സൺ ആയിരിക്കാം. അതുപോലെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി തരുന്ന റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ കരിയർ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫീൽഡ്, അത് ഭയങ്കര സ്റ്റേബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് പോലെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. ഒക്കെ പെൻറ്റക്കിൾസ് ആണ് ധാരാളമായിട്ട് കാണുന്നത്. ഫിനാൻഷ്യൽ അബണ്ടൻസ്, ഫെർട്ടിലിറ്റി, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹാർഡ് വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിയറിലാണെങ്കിലും പുതിയ ജോലി കിട്ടുക, അങ്ങനെ എല്ലാത്തിലും ഒരു ന്യൂ ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. തല്ലൂടാനുള്ള ടെൻഡൻസി, മെൻ്റൽ കോൺഫ്ലിക്ട്സ്, അല്ലെങ്കിൽ കുറച്ച് ഈഗോ കൂടുതലാണല്ലോ ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ ഈഗോ നിങ്ങൾ മാറ്റി വയ്ക്കുക, ഈഗോ വേണ്ട. റിലേഷൻഷിപ്പിലാണെങ്കിലും മാരീഡ് ആണെങ്കിലും തല്ലി തോൽപ്പിക്കുന്ന എനർജി അത് വളരെ വേണ്ട. കാരണം തല്ലി തോൽപ്പിച്ചിട്ട് അവരെ സോഴ്സ് കൈക്കലാക്കുകയാണ്. ചെറിയ രീതിയിൽ ചീറ്റിങ്സ് കിട്ടാനും ചാൻസസ് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് കാണുന്നവർക്ക് കുറേ പേർക്ക് ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ട്. ഇനി ആരും വരില്ല, ഇനി എന്താണെന്ന് കരുതിയിരിക്കുന്നവർക്ക് ഉടനെ വരുന്ന ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ വരാനുള്ള സമയമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലെൻസിങ് ആയിരിക്കും. ടോക്സിറ്റി ആയിട്ടുള്ള പേഴ്സൺസൊക്കെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്ത് പോകുന്നത്. ലവേഴ്സ് കാർഡ് കാണിക്കുന്നുണ്ട്. 5 ഉണ്ട്, 7 നമുക്ക് 5, 6, 7, 1, 1, 1 ആണ് കാണിക്കുന്നത്. 1, 5 കാണുന്നുണ്ടായിരിക്കാം. 6, 6, 6 അല്ലെങ്കിൽ 6, 5, 6, 5 അല്ലെങ്കിൽ 6, 5, 7 അങ്ങനെ 5, 6, 7 അങ്ങനത്തെ ഒരു എസെൻഷ്യൻ കോഡ് കാണുന്ന 1, 2, 3, 4 ഒക്കെ എസെൻഷ്യൽ കോഡാണ്. സ്പിരിച്വൽ ജേർണി പോകുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. പിന്നെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അത് സ്പിരിച്വൽ ജേർണി അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സ് എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി നയിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഉടനെ വരുന്ന ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. യെസ്, കണ്ടോ, എഗെയിൻ പെൻറ്റക്കിൾസ് ആണ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഒരു വഴിയില്ലെങ്കിൽ യൂണിവേഴ്സിൽ ഒരു കൈ തന്നിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസും പ്രോസ്പെറിറ്റി കണ്ടോ
ചെടികൾ നാച്ചുറൽ എല്ലാ രീതിയിലും ഒരു ഫ്ലറിഷ്ഡ് ആണ് കാണിക്കുന്നത്. അബണ്ടൻസ് ധാരാളമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് 10 പോർട്ടൽസ് ആണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ വളരെ രീതിയിലുള്ള അബണ്ടൻസിൻ്റെ പോർട്ടൽ ഓപ്പൺ ആവുന്നുണ്ട്. വർക്ക് ചെയ്യാം, ഹീൽ ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണ് ട്രോമ എന്നെങ്കിൽ എവിടെയാണ് മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹീലറിൻ്റെ അടുത്ത് പോയിട്ട് കൗൺസിലിങ്ങോ തെറാപ്പി സെഷൻസൊക്കെ ചെയ്യാം. സോ ഉടനെ വന്ന ഭാഗ്യങ്ങൾ റിലേഷൻഷിപ്പിൽ വളരെ സക്സസ് ഉണ്ട്. യൂണിവേഴ്സുമായിട്ട് കണ്ടുമുട്ടിക്കുന്ന റിലേഷൻഷിപ്പാണ് ആർക്കേഞ്ചൽ റഫേൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം രണ്ടുപേരും കൂട്ടുമുട്ടിക്കുന്നതാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഡെസ്റ്റിനി, ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നതും അല്ലെങ്കിൽ നിങ്ങളെ സോൾ പർപ്പസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ചാരിയറ്റ്, ലവേഴ്സ് ഉണ്ട്. ഇതൊക്കെ മേജർ അർക്കാന കാർഡ്സ് ആണ്. ഫ്യൂച്ചറിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് വരുന്ന ചേഞ്ചസ് ആണ്. ബാക്കിയുള്ളതൊക്കെ ഷോർട്ട് ടേം ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അബണ്ടൻസും കാര്യങ്ങളും വളരെയധികം വരുന്നുണ്ട്. കാരണം 3 അബണ്ടൻസിൻ്റെ കാർഡുണ്ട്. ഓക്കെ, സോ ഉടനെ വരുന്ന ഭാഗ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ സോഡ്സും ഉണ്ട്, പെൻറ്റക്കിൾസും ഉള്ളത് കൊണ്ട് മേ ബി ഒരു 5 weeks to 3 years ഇതിനുള്ളിൽ അങ്ങനെയാണ് ടൈം പീരീഡ് കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസ് വരാം. ഓക്കെ, അതാണ് കാണിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ വരുന്ന ഭാഗ്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ടാരോ കോഴ്സൊക്കെ ചെയ്യാം. ഓക്കെ, അതുകൂടെ ഞാനൊരു ബേസിക്കലി ഒരു MBBS ആണ്. സോ സ്റ്റുഡൻസ് MBBS പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ, നിങ്ങളുടെ ഫാമിലിയിൽ മക്കളോ, ഇപ്പോൾ യുക്രൈൻ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പേരൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോർജിയ അല്ലെങ്കിൽ കിർഗിസ്ഥാൻ റീസണബിൾ റേറ്റിൽ സ്റ്റഡീസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, MBBS കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനും ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, MBBS കിർഗിസ്ഥാനിൽ ഒന്നുകൂടി റീസണബിൾ റേറ്റിലാണ്. അതെല്ലാം നമുക്ക് നല്ലൊരു കോളേജ് മീൻസ് ഒന്നുകൂടിയും സിറ്റി ലൈക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോളേജ് വേണമെങ്കിൽ ജോർജിയ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 6 years ആയിട്ട് സ്റ്റുഡൻസിനൊക്കെ മീൻസ് കൊണ്ടുപോകുന്നതൊക്കെ തന്നെയാണ്. കാരണം ഞാൻ അവിടെ പഠിക്കുന്നത് കൊണ്ട് എനിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ MBBS അങ്ങനെ ഒരു കാണുന്ന പ്രേക്ഷകരിൽ മക്കളോ ഫാമിലിയിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട് സെപ്റ്റംബറിലും, പിന്നെ അതുപോലെ ഫെബ്രുവരിയിലാണ് അഡ്മിഷൻസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുക്കാം. അപ്പോൾ അതിൽ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.